നമസ്കാരം. ദർശന ടി വിയിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സഫലമീ യാത്ര എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായ സ്വാഗതം. UAE പൂന്തോട്ട നഗരമായ അലൈനിലെ സനയ ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് ഞാൻ. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഏതാണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാസ ജീവിതം ആരംഭിച്ച ശ്രീ റെക്സ് ജോസഫ്. അദ്ദേഹം ഇന്ന് മെജസ്റ്റിക് ലൈറ്റ്സ് LLCയുടെ ഡയറക്ടറാണ്. ബഹ്റിൽ 5 വർഷം, അത് കഴിഞ്ഞ് ബാക്കിയുള്ള വർഷം UAEയിലാണ്. ഒട്ടനവധി പ്രവാസ ജീവിത അനുഭവങ്ങൾ അദ്ദേഹത്തിനുണ്ട്. ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ അദ്ദേഹത്തെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമസ്കാരം. ഒരു പ്രവാസ ജീവിതം എന്ന് പറയുന്നത് ഒരു സ്വപ്നമാണ്, എല്ലാവർക്കും ഒരു പ്രതീക്ഷയാണ്. അങ്ങനെ ഒരു സ്വപ്നവും പ്രതീക്ഷയും ഇല്ലാതെ ഒരു പ്രവാസിയും ഗൾഫ് നാട്ടിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. താങ്കൾക്ക് എന്ത് പ്രതീക്ഷയായിരുന്നു, എന്ത് സ്വപ്നമായിരുന്നു ആദ്യമായി ഗൾഫിലേക്ക് വരുമ്പോൾ? 92 ആദ്യമായിട്ട് ബഹ്റിനിൽ എത്തുന്നതിന് മുമ്പ് നാട്ടിൽ ഞാൻ അധ്യാപകൻ്റെ ജോലി എടുത്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. കുടുംബം കുറച്ച് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോയതുകൊണ്ട് കുടുംബത്തെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലാണ് യഥാർത്ഥത്തിൽ ഗൾഫ് സ്വപ്നം മനസ്സിലേക്ക് കടന്നു വന്നത്. പക്ഷേ ആ കൃത്യമായിട്ട് എന്ത് മനസ്സിൽ ആഗ്രഹിച്ചോ അത് പൂർത്തീകരിച്ചിട്ട് തിരിച്ച് നാട്ടിൽ എത്തണമെന്നായിരുന്നു യഥാർത്ഥത്തിൽ എൻ്റെ ആഗ്രഹം. പക്ഷേ വിധിയുടെ ലീലാവിലാസങ്ങളെന്നോ അല്ലെങ്കിൽ കാലത്തിൻ്റെ പ്രതീക്ഷിക്കുന്ന ഒന്ന് മറ്റൊന്ന് സംഭവിക്കുന്നു, ഈശ്വരൻ്റെ നിശ്ചയമെന്നോ, ആ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിച്ചിട്ടും എൻ്റെ ഗൾഫ് ജീവിതം തുടർന്നുകൊണ്ടിരിക്കുന്നു. അതെ. കൊല്ലത്ത് കുരീപ്പുഴ എന്ന ഗ്രാമം, അതെ, അതാണ് ജന്മദേശം. അതെ. പിതാവിന് എന്ത് ജോലിയായിരുന്നു? പിതാവ് അവിടുത്തെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. അദ്ദേഹം ഒരു 5 വർഷത്തേക്ക് ലീവ് എടുത്തിട്ട് ശരിക്കും ഗൾഫിലെത്തുകയായിരുന്നു. എൻ്റെ പിതാവിൻ്റെ സ്വന്തം സഹോദരൻ ഇവിടെ ഉയർന്ന ഒരു ജോലിയിലിരിക്കുന്നത് കൊണ്ട് അദ്ദേഹം ക്ഷണിക്കുകയും അതേപോലെ പിതാവ് എത്തുകയും ചെയ്യുകയായിരുന്നു. എത്ര മക്കളാണ്? ഞങ്ങൾ മക്കൾ 5 പേരുണ്ടായിരുന്നു. എൻ്റെ മൂത്ത സഹോദരൻ മരണപ്പെട്ടു പോയിട്ട് ഞാനും എനിക്ക് 3 സഹോദരികളും. അവർ എനിക്ക് ഇളയവരാണ് 3 പേരും. കുരീപ്പുഴ ഗ്രാമം, അവിടുത്തെ സ്കൂൾ വിദ്യാഭ്യാസം ഏത് സ്കൂളിലാണ് പഠിച്ചത്? നാട്ടിലെ പ്രൈമറി സ്കൂളിൽ നിന്നാണ് വിദ്യാഭ്യാസം ആരംഭിച്ചത്. പക്ഷേ ഹൈസ്കൂൾ ആയപ്പോഴേക്കും മുഖത്തലയിലുള്ള സെൻറ്റ് ജൂഡ് ഹൈസ്കൂളിലേക്ക് പോവുകയും അവിടെ ബോർഡിങ്ങിൽ നിന്ന് പഠിക്കുകയും ചെയ്തു. പിന്നെ കോളേജിലേക്ക്, തുടർന്ന് ഫാറ്റിമ കോളേജിലേക്ക് എത്തുകയും അവിടെ പ്രീ ഡിഗ്രിയും ഡിഗ്രി സുവോളജിയും ഫാറ്റിമ കോളേജിൽ കംപ്ലീറ്റ് ചെയ്തു. അതിന് ശേഷം ഞാൻ സ്വന്തമായിട്ട് ഇഷ്ടത്തോടെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഈ കേരള യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റർ ചെയ്യുകയും 2nd ക്ലാസ്സോടുകൂടി MA ഇംഗ്ലീഷ് പാസ്സാകുകയും ചെയ്തു. തുടർന്ന് ഞാൻ കൊല്ലത്തെ വിവിധ പ്രൈവറ്റ് കോളേജുകളിൽ അധ്യാപകനായിട്ട് ജോലിയെടുക്കുകയും 1 വർഷം ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗസ്റ്റ് ലെക്ചറായിട്ട് ഗവൺമെൻറ്റിന് വേണ്ടി അധ്യാപകനായി ജോലിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആ സമയത്താണ് ബഹ്റിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നത്. അതെ, ആ സമയത്താണ് ഗൾഫിലേക്ക് പോകണമെന്ന് ഒരു താല്പര്യം ഉണ്ടാകുകയും എൻ്റെ ഒരു സുഹൃത്തിനോട് അത് പ്രകടിപ്പിക്കുകയും ചെയ്തപ്പോൾ ആ സുഹൃത്ത് എനിക്ക് ബഹ്റിലേക്ക് പോകാൻ വിസ അയച്ചു വന്നത്. ബഹ്റിൽ 5 വർഷം ഉണ്ടായിരുന്നു. ബഹ്റിൽ ഏകദേശം 5 വർഷം ഞാൻ അവിടുത്തെ റോയൽ ഫാമിലിയിൽ പെട്ട ഒരാളിൻ്റെ മണി എക്സ്ചേഞ്ചിൻ്റെ ഇൻചാർജായിട്ടാണ് ജോലിയെടുത്തത്. അത് കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് പോയത് യഥാർത്ഥത്തിൽ ലീവിലാണ്. ലീവിൽ പോയിട്ട് തിരിച്ച് ബഹ്റിനിലേക്ക് പോകണമെന്നുള്ള ആഗ്രഹമായിരുന്നു. പക്ഷേ അപ്പോഴത്തേക്ക് ഞാൻ കല്യാണം കഴിച്ചതുകൊണ്ട് വൈഫിനെ കൂടെ കൊണ്ടുപോകാൻ ബഹ്റിനിൽ ബുദ്ധിമുട്ടായതുകൊണ്ട് തിരിച്ച് UAEയിലേക്ക് വരാനായിട്ടൊരു സാഹചര്യം ഉണ്ടാകുകയും 97 ഏപ്രിൽ 4-ാം തീയതി അങ്ങനെ UAEയിലെത്തി. വിവാഹം കഴിച്ചത് കൊല്ലത്തു തന്നെ? വിവാഹം കഴിച്ചത് വളരെ അടുത്തുനിന്ന് തന്നെയാണ്. നീരാവിൽ എന്ന് പറയും.
കുട്ടികൾ 2 മക്കൾ. മകൻ ഇപ്പോൾ ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. പേര് പ്രിൻസ് റെക്സ്. ഇപ്പം US റോച്ചസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അവിടെയാണ് മകൻ. മകള് ഔറോൺ ഇംഗ്ലീഷ് ഹൈസ്കൂളിൽ ഗ്രേഡ് 12 പഠിക്കുന്നു, അലൈനിൽ. അപ്പോൾ ഈ വർഷത്തെ സ്കൂളിൻ്റെ ഹെഡ് ഗേളും കൂടിയാണ്. പിന്നെ ഭാര്യ ലിൻഡ അധ്യാപികയായിട്ട് ഏകദേശം 18 വർഷമായിട്ട് അലൈനിലെ ഔറോൺ ഇംഗ്ലീഷ് സ്കൂളിൽ പഠിപ്പിക്കുകയാണ്. മാത്സാണ് വിഷയം. അദ്ദേഹത്തെ പറ്റി പറഞ്ഞാൽ വളരെ ഡെഡിക്കേറ്റഡായിട്ട് ഉള്ള ഒരു അധ്യാപികയാണ്. ഒരു അധ്യാപകനാകുക എന്നതായിരുന്നു ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം. തീർച്ചയായിട്ടും. തീർച്ചയായും ഇവിടെ നമ്മൾ ബഹ്റിൽ വന്നപ്പോഴും UAE വന്നപ്പോഴും വളരെ വ്യത്യസ്തമായ, താങ്കൾ പറഞ്ഞ പോലെ വളരെ വ്യത്യസ്തമായ ഒരു ഫീൽഡിലേക്ക് ഒരു നല്ല അധ്യാപകന് ഒരു നല്ല ബിസിനസ്സുകാരനാവാൻ കഴിയും. നല്ല അധ്യാപകന് നല്ല ബിസിനസ്സുകാരനാകാൻ കഴിയുമെന്ന് ചോദിച്ചാൽ അതിനെപ്പറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഒരു അടിസ്ഥാനപരമായിട്ട് ഒരു നല്ല മനുഷ്യന് ശരിക്കും ഏതൊരു മേഖലയിലും അവൻ്റേതായിട്ടുള്ള ഒരു സിഗ്നേച്ചർ, അവൻ്റേതായിട്ടുള്ള ഒരു കയ്യൊപ്പ് പതിപ്പിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഈ ബിസിനസ്സിനകത്ത് എൻ്റേതായിട്ടുള്ള വ്യക്തിപരമായ ചില എത്തിക്സ്, ചില പ്രിൻസിപ്പിൾസ് ശരിക്കും ഞാൻ എപ്പോഴും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ, ഇല്ലെങ്കിൽ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് മാത്രമേ ഞാൻ ഈ ബിസിനസ് ചെയ്യാറുള്ളൂ. എനിക്ക് ബിസിനസ് എന്ന് പറയുന്നത് അതിയായ സമ്പത്ത് ഉണ്ടാക്കുന്നതിന് വേണ്ടി അല്ല. സത്യത്തിൽ എൻ്റെ മക്കളുടെയും കുടുംബത്തിൻ്റെയും കാര്യങ്ങൾ അത്യാവശ്യം ഭംഗിയായിട്ട് സമാധാനത്തോടുകൂടി നടത്താൻ കഴിയണം. അതിനോടൊപ്പം തന്നെ ശരിക്കും ഞാൻ ചെയ്യുന്ന പ്രവൃത്തി നല്ലതാണെന്ന് ഉത്തമമായിട്ട് ഒരു ബോധ്യം എനിക്കുണ്ടാകുകയും അതിലൊരു സംതൃപ്തിയും സന്തോഷവും എനിക്ക് ലഭിക്കുകയും വേണം. അങ്ങനെ ഒരു ബിസിനസ്സാണ് യഥാർത്ഥത്തിൽ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലൈറ്റ്സിൻ്റെ അതിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് ദുബായിലേക്ക് ആദ്യമായിട്ട് വന്നു. അവിടെ ഒരു പ്രിൻറ്റിങ് മേഖലയിലേക്കാണ് എൻട്രി ചെയ്യുന്നത്. അതെ. അതൊരു എത്ര വർഷം ഉണ്ടായിരുന്നു? 97 എത്തുമ്പോൾ പ്രിൻറ്റിങ് പ്രസ്സിലേക്കാണ് വരുന്നത്. അത് സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഏകദേശം 10-11 മാസക്കാലം ഏകദേശം 14 ജോലിക്കാരുണ്ടായിരുന്ന പ്രസ്സിൽ ശമ്പളത്തിൻ്റെ കുടിശ്ശിക വരുത്തിയിട്ടിരിക്കുന്ന വളരെ പരിതാപകരമായ ഒരു പ്രിൻറ്റിങ് പ്രസ്സിൻ്റെ ജോലിക്കാരനായിട്ടാണ് എത്തപ്പെട്ടത്. പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ മറ്റ് കൂട്ടുകാരുടെ പ്രയത്നത്താൽ ആ സ്ഥാപനത്തിൻ്റെ അത്തരത്തിലുള്ള അവസ്ഥയിൽ നിന്നും ഏകദേശം 2 വർഷത്തിനുള്ളിൽ തന്നെ വളരെ ഉയർന്ന ഒരവസ്ഥയിലേക്ക് അതിനെ എത്തിക്കാനായിട്ട് എനിക്ക് സാധിച്ചു. ഇങ്ങനൊരു മെജസ്റ്റിക് ലൈറ്റ്സ് LLC എന്നൊരു ആശയം വേറൊരു മേഖലയിലേക്ക് പോകുന്നു. താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏത് മേഖലയിലേക്ക് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോഴും അതിനോട് ആത്മവിശ്വാസമുണ്ടെങ്കിൽ അവിടെ വിജയിപ്പിക്കാൻ കഴിയുമെന്ന് തന്നെയാണ്. എത്രത്തോളമായിരുന്നു ഈ ഒരു പുതിയൊരു മേഖലയിലേക്ക് ഒരു എൻട്രി? മജസ്റ്റിക് ലൈറ്റ്സ് എന്ന് പറഞ്ഞ ആശയം എൻ്റെ മനസ്സിൽ നിന്ന് തന്നെയാണ് ഉണ്ടാകുന്നത്. ഇതിൻ്റെ തുടക്കത്തിൽ യഥാർത്ഥത്തിൽ ഞാനിതിൻ്റെ ഉടമസ്ഥാവകാശത്തിൽ ഉണ്ടായിരുന്നില്ല. ദുബൈയിലുള്ള ഞാൻ പരിചയപ്പെട്ട 2 UAE വ്യക്തികൾ അവർ തീരുമാനിക്കുകയും ഈ സ്ഥാപനം ആരംഭിക്കുകയും ചെയ്തു. അവർക്ക് ഞാൻ വിശ്വസ്തനായ ഒരു ജോലിക്കാരനാകും എന്ന് മനസ്സിലാക്കുകയും എന്നെ ഇതിൻ്റെ മാനേജറായിട്ട് തീരുമാനിക്കുകയും അങ്ങനെയാണ് മജസ്റ്റിക് ലൈറ്റ്സ് എന്ന് പറഞ്ഞ ഈ സ്ഥാപനം ആരംഭിക്കുകയും ചെയ്തത് ദുബായിൽ. പക്ഷേ ദുബായിൽ ഇതിൻ്റെ മെയിൻ ഓഫീസ് തുടങ്ങിയെങ്കിലും എൻ്റെ കുടുംബം അലൈനിലായതുകൊണ്ട് എനിക്ക് തുടർച്ചയായിട്ട് പെട്ടെന്ന് തന്നെ ഒരു ബ്രാഞ്ച് തുടങ്ങിത്തരികയും ഞാൻ അലൈനിൽ തന്നെ ഇരുന്ന് ജോലിയെടുക്കുകയും ചെയ്തു. ഏകദേശം 2 വർഷക്കാലം ഇതിൻ്റെ മാനേജറായിട്ട് ഞാൻ ഇവിടെ ഇരുന്ന് ജോലിയെടുക്കുകയും അദ്ദേഹത്തിന് വേണ്ടുന്ന റിപ്പോർട്ടുകൾ അയച്ചു കൊടുക്കുകയും ചെയ്തു. 2 വർഷം കഴിഞ്ഞപ്പോൾ അവർക്ക് ഞാൻ ദുബൈ ചെന്ന് തുടർന്ന് ജോലിയെടുക്കണം എന്ന ഒരു നിർബന്ധം ഉണ്ടായി. പക്ഷേ എനിക്ക് കുടുംബത്തെ ഉപേക്ഷിച്ച് പോകുന്നതിന് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ അത് നിരസിച്ചു. അപ്പോൾ
ഞങ്ങൾ നടത്തിയ ചർച്ചയുടെ ഭാഗമായിട്ട് അവർ പറഞ്ഞു അവർക്ക് പുതിയതായിട്ട് ഒരു ബിസിനസ് സംരംഭത്തിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് താങ്കൾക്ക് താല്പര്യമാണെങ്കിൽ ഈ സ്ഥാപനം താങ്കൾ തന്നെ സ്വന്തമായിട്ട് നടത്താൻ ഞങ്ങൾ അതിനുവേണ്ടി താങ്കൾക്ക് നൽകാൻ തയ്യാറാണെന്ന് പറയുകയുണ്ടായി. അങ്ങനെയാണ് ഞാനിതിൻ്റെ ഉടമസ്ഥ അവകാശത്തിലേക്ക്. അതും യാദൃച്ഛികമാണ്. ഇന്ന് ഇവിടെ അലൈനിൽ സനൈയ ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് മെജസ്റ്റിക് ലൈറ്റ്സ് ഉള്ളത്. എല്ലാവിധ ഫാൻസി ലൈറ്റ്സുകളും ഇലക്ട്രിക്കൽ എക്യുപ്മെൻസും ഇവിടെ അവൈലബിലിറ്റിയാണ്. ഇമ്പോർട്ടഡ് ആണോ അതിൻ്റെ ആ ബിസിനസ്സിൻ്റെ സ്ട്രാറ്റജി ഒന്നും? അതെ, ഞാൻ പുറത്ത് രാജ്യങ്ങളിൽ നിന്നും സാധനങ്ങൾ ഇറക്കുമതി ചെയ്യാറുണ്ട്. ഒപ്പം തന്നെ ലോക്കലി ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങാറും ഉണ്ട്. രണ്ട് രീതിയിലും സാധനങ്ങൾ കണ്ടെത്തി വിൽക്കുകയാണ് സാധാരണഗതിയിൽ ചെയ്യാറുള്ളത്. അത് ലൈറ്റ്സ് ആണെങ്കിൽ പ്രോജക്ട്സ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ലൈറ്റുകളും സപ്ലൈ ചെയ്യും. അതേപോലെ തന്നെ മറ്റ് ഇലക്ട്രിക്കൽ ആക്സസറീസും റീറ്റെയിലായിട്ടും അതേപോലെ തന്നെ മൊത്തമായിട്ടും ഒക്കെ സാധാരണഗതിയിൽ കൊടുക്കാറുണ്ട്. ഗോഡൗൺ ഇവിടെ ഉണ്ട്. അതിനുള്ള വെയർ ഹൗസിൻ്റെ സൗകര്യമുണ്ട്. ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൻ്റെ മകൻ ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് പഠിക്കുന്നതുകൊണ്ടും ബിസിനസ്സിനകത്ത് വളരെയധികം താല്പര്യം ചെറിയ പ്രായത്തിൽ തന്നെ പ്രകടിപ്പിക്കുന്നതുകൊണ്ടും തുടർന്ന് ഉള്ള ദിവസങ്ങളിൽ അദ്ദേഹവുമായിട്ട് ചേർന്ന് ഇത് കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കണമെന്നുള്ള ആഗ്രഹവും ഉണ്ട്. ഇവിടുത്തെ എംപ്ലോയീസ് എന്ന് പറയുന്നത് താങ്കളുടെ കരിയർ ആരംഭിക്കുന്ന ഒരു എംപ്ലോയി എന്ന നിലയിലാണ്. അതെ, എംപ്ലോയീസ് ആൻഡ് എംപ്ലോയർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഏതൊരു പ്രസ്ഥാനത്തിൻ്റെയും വിജയത്തിൻ്റെ ഒരു പ്രധാന കാരണം തന്നെയാണ്. തീർച്ചയായും മെജസ്റ്റിക് ലൈറ്റ്സിൻ്റെ എംപ്ലോയീസും താങ്കളുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറാണ്. അതെ, അത് ഇത്രത്തോളം ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഏറ്റവും ആദ്യം തന്നെ പറയട്ടെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സത്യസന്ധത, അതേപോലെ ട്രസ്റ്റ്, വിശ്വാസം ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണെന്ന് പറഞ്ഞു. ഞാൻ ഈ സ്ഥാപനത്തിൽ ഏറ്റവും ആദ്യമായി ഒരു ബംഗ്ലാദേശി സഹോദരനെയാണ് കൊണ്ടുവന്നത്. അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിന് ഈ ഫീൽഡുമായിട്ട് ഒന്നും തന്നെ അറിയില്ലായിരുന്നു. അദ്ദേഹത്തിനോട് ഞാൻ ആദ്യം തന്നെ ചില നിർദ്ദേശങ്ങൾ നൽകി. ഒന്ന്, സത്യസന്ധതയെപ്പറ്റി, അതേപോലെ തന്നെ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ശുചിത്വത്തെപ്പറ്റി, അതേപോലെ തന്നെ മറ്റ് ആതിഥേയ മര്യാദയെപ്പറ്റി. ഈ 2-3 കാര്യങ്ങൾ അദ്ദേഹത്തിന് നൽകിയ ആ സൂചനയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ കരിയർ ആരംഭിക്കുകയും ഇന്ന് ഏകദേശം 8-9 വർഷക്കാലമായിട്ട് അദ്ദേഹം എന്നോടൊപ്പം ജോലിയെടുക്കുകയും ചെയ്തു. എൻ്റെ രാജ്യത്തു നിന്ന്, ഇന്ത്യയിൽ നിന്ന് മാത്രം ആളുകളെ കൊണ്ടുവരാതെ പാകിസ്ഥാനിൽ നിന്നും അതേപോലെ തന്നെ നേപ്പാളിൽ നിന്നും നമ്മുടെ മാതൃരാജ്യത്തു നിന്നും തുടർന്ന് ആളുകളെ കൊണ്ടെത്തുകയും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ജോലിയെടുത്ത് ഏകോദര സഹോദരങ്ങളെ പോലെ ജോലിയെടുക്കുന്ന ഒരു പ്രസ്ഥാനമാക്കി, ചെറിയതാണെങ്കിലും ഈ പ്രസ്ഥാനത്തെ ഞാൻ മാറ്റാൻ ശ്രമിച്ചു. മാത്രമല്ല, ഞാൻ ഈ സ്ഥാപനം നാട്ടിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ ഇല്ലാത്തപ്പോൾ പൂർണ്ണമായിട്ടും എൻ്റെ ഈ ജോലിക്കാരുടെ അവരെ പറ്റിയുള്ള വിശ്വാസത്തിൽ അവരെ ഞാൻ ഏൽപ്പിച്ചാണ് ഇത് നടത്താറുള്ളത്. അവരെന്നെ ചീറ്റ് ചെയ്യുമെന്നോ പറ്റിക്കുമെന്നോ എന്നെ വഞ്ചിക്കുമെന്നോ അങ്ങനെ ഓർത്ത് ഒരിക്കലും ഞാൻ യാതൊരു വിധത്തിലും ടെൻഷൻ അനുഭവിക്കാറില്ല. അത്രത്തോളം വിശ്വാസമാണ്. ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ കൊടുക്കുന്ന വേതനത്തിലും എൻ്റെ പെരുമാറ്റത്തിലും എൻ്റെ സ്റ്റാഫ്, എൻ്റെ തൊഴിലാളികൾ പൂർണ്ണ സംതൃപ്തരാണ്. ഒരിക്കലും ഞാനൊരു ബോസ് എന്നുള്ള രീതിയിൽ ഇതെല്ലാം എൻ്റേത് ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ബോസിങ് ഞാൻ നടത്താൻ ഇഷ്ടപ്പെടാത്ത ആളാണ് എന്നാണ് അവർ ചിന്തിക്കുന്നത് ഞാൻ വിചാരിക്കുന്നു. കസ്റ്റമേഴ്സ് അത് വളരെ പ്രധാനം തന്നെയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ
നമ്മൾ പറയുന്ന പ്രോഡക്റ്റ് അത് വിവിധ കമ്പനികളുടെ പ്രോഡക്റ്റുകൾ അതിൻ്റെ ആ ക്വാളിറ്റിയുടെയും ആ മേന്മയെക്കുറിച്ചും ഒക്കെ ആ അവയർനെസ് കസ്റ്റമേഴ്സിന് കൊടുത്തുകൊണ്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ, ബിസിനസ് സാറ്റിസ്ഫാക്ഷൻ എത്രത്തോളം ഈ കാലഘട്ടത്തിൽ നടക്കുന്നത്? ഞങ്ങളെ സംബന്ധിച്ച് മജസ്റ്റിക് ലൈറ്റിൽ ഏതൊരു പ്രോഡക്റ്റ് ആവശ്യപ്പെട്ടു വരുന്ന ഒരു കസ്റ്റമറിനോടും സത്യസന്ധമായിട്ട് ഈ പ്രോഡക്റ്റിനെ പറ്റിയുള്ള അതിൻ്റെ ഗുണദോഷങ്ങളെ പറ്റിയുള്ള യഥാർത്ഥ ഒരു അവയർനെസ് അവർക്ക് നൽകുകയും എന്നിട്ട് ഒരു തീരുമാനം, ഒന്നുകിൽ നമ്മളിൽ നിന്നത് വാങ്ങാനോ വാങ്ങാതിരിക്കാനോ ഒരു തീരുമാനം അവരെ കൊണ്ട് എടുപ്പിക്കുന്ന ഒരു രീതിയാണ് ഞങ്ങൾ അവലംബിക്കാറുള്ളത്. അത് നല്ലതാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായ പിതാവ്, അതെ, അദ്ദേഹത്തിൻ്റെ ജീവിതശൈലി എത്രത്തോളം താങ്കളുടെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്? തീർച്ചയായിട്ടും അവർ നടന്ന് കാണിച്ചു തന്ന ഏറ്റവും നല്ല മാതൃക അതാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ അണ്ടർ കറൻറ്റായിട്ട് അഥവാ അടിയൊഴുക്കായിട്ട് ശരിക്കും ഞാൻ സ്വീകരിച്ചത്. പ്രധാനമായിട്ടും ഈ സത്യസന്ധതയുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും അവർ നൽകിയിട്ടുള്ള ആ പാഠങ്ങൾ ഞാൻ തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിൽ പിന്തുടരാൻ ശ്രമിക്കുകയും അതോടൊപ്പം തന്നെ ശരിക്കും വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം, അത് തീർച്ചയായിട്ടും അവർ എനിക്ക് ചൂണ്ടിത്തന്ന ഏറ്റവും വലിയ ഒരു ചൂണ്ടുപലകയായിട്ട് ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കുന്നു. ജീവിതം വലിയൊരു യാത്രയാണ്. തീർച്ചയായിട്ടും. ഇതുവരെയുള്ള ഈ യാത്രയിൽ താങ്കൾ സംതൃപ്തനാണോ? എന്നെപ്പോലെയുള്ള ഒരു പ്രവാസി ഞാൻ ചെലവഴിച്ച വർഷങ്ങളിലൂടെ ഞാൻ നേടിയിട്ടുള്ള നേട്ടങ്ങൾ, സാമ്പത്തികമായിട്ടും സാംസ്കാരികമായിട്ടും മറ്റു രീതിയിലുള്ള നേട്ടങ്ങൾ, അത് തീർത്തും സംതൃപ്തി നിറഞ്ഞ രീതിയിലാണോ എന്ന് ചോദിച്ചാൽ വ്യക്തിപരമായിട്ട് എന്നെ സംബന്ധിച്ച് പൂർണ്ണമായിട്ടും സംതൃപ്തി നിറഞ്ഞ ഒരവസ്ഥയിലാണ്. എന്നാൽ സാമ്പത്തികമായിട്ട് ചിന്തിക്കുമ്പോൾ എന്നേക്കാൾ കൂടുതൽ വർഷങ്ങൾ ചെലവഴിക്കുകയും എന്നേക്കാൾ കൂടുതൽ വിദ്യാഭ്യാസം നേടിയിട്ട് ഉള്ള ആൾക്കാർ അതിനേക്കാൾ കുറച്ച് മാത്രം നേടുകയും എല്ലാ രീതിയിലുമുള്ള മേഖലകളിൽ സാംസ്കാരികമായിട്ടും സാമൂഹികമായിട്ടും എല്ലാം ഒരുപക്ഷെ കുറഞ്ഞ നേട്ടം നേടിയ ആൾക്കാരും ഒരുപക്ഷെ ഈ പ്രവാസ ലോകത്ത് ഉണ്ടായിരിക്കാം. അങ്ങനെ ഒരു ചിന്തയുള്ളത് കൊണ്ട് ഞാൻ നേടിയ നേട്ടത്തിൽ പൂർണ്ണമായിട്ടും ഞാൻ തൃപ്തനാണ് എന്ന് വേണം ഞാൻ കരുതുന്നത്. വളരെ സന്തോഷം. തിരക്കേറിയ സമയത്തും ഇങ്ങനെ ഒരു അഭിമുഖം ഞങ്ങൾക്ക് വേണ്ടി അനുവദിച്ച് തന്നതിൽ താങ്ക് യു വെരി മച്ച് സർ. താങ്ക് യു. താങ്ക് യു.